എന്താണ് ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊലാപ്സ് അല്ലെങ്കിൽ ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്നത്, അതിൻ്റെ മെയിൻ റീസൺസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഗർഭപാത്രം അല്ലെങ്കിൽ യൂട്രസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേശികൾ, ലിഗമെൻറ്റ്സ്, ടെൻഡൻസ് പ്രസൻ്റ് ആണ്. അപ്പം നോർമലി ഈ ഒരു യൂട്രസിനെ ഈ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സിൽ ഇംബാലൻസ് വരുമ്പം അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സിൽ വീക്ക്നെസ് വരുമ്പോഴാണ് ഈ ഗർഭപാത്രം ഇറങ്ങി വരുന്നത്. അതൊരു 40-45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അത് കണ്ടുവരുന്നത്. മെയിനായിട്ടും ഇതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് ആ മസിൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവുന്ന വീക്ക്നെസ് അല്ലെങ്കിൽ ടെൻഡൻസിനോ ലിഗമെൻസിനോ ഒക്കെ ഉണ്ടാവുന്ന വീക്ക്നെസ്, ബലക്കുറവാണ് ഇതിൻ്റെ മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മെനോപോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. കൺജനൈറ്റലായിട്ട് നിങ്ങൾക്ക് ജനിച്ചപടിയാലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ കാണിക്കാവുന്നതാണ്. ജെനറ്റിക് ഹിസ്റ്ററി ഇതിൻ്റെ ഒരു മെയിൻ റൂട്ട് കോസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതേപോലെ തന്നെ സർവിക്സ്, വജൈന, ഇത്തരം ജെനൈറ്റൽ ഏരിയാസിൽ എന്തെങ്കിലും ഗ്രോത്തോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സിസ്റ്റ് ഫോർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് യൂട്രൈൻ പ്രൊലാപ്സ് രൂപപ്പെടാൻ ചാൻസസ് ഉണ്ട്. എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങൾക്ക് ഇൻ്റർവേർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സിൻ്റെ അല്ലെങ്കിൽ സ്പൈൻ ഇറിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് യൂട്രൈൻ പ്രൊലാപ്സ് രൂപപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നോക്കുമ്പം അതിശക്തമായിട്ടുള്ള നടുവേദന രൂപപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യുമ്പം ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ പെയിൻ ഒക്കെ ഫീൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ യൂറിൻ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അതേപോലെ തന്നെ മലം പോകുന്ന സമയത്തായാലും ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഒരു പെയിൻ ഫീൽ ചെയ്യാവുന്നതാണ്. അമിതമായിട്ടുള്ള ക്ഷീണം ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതേപോലെ തന്നെ സെക്ഷൽ കോണ്ടാക്ട് വരുന്ന സമയത്തായാലും ഒരു പെയിൻ ഫീൽ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ഒരു യൂട്രൈൻ പ്രൊലാപ്സ് കൃത്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടില്ലെങ്കിൽ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്നാമതായിട്ട് നിങ്ങളെ ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ, മൂത്രാശയ സഞ്ചിനെ എഫക്റ്റ് ചെയ്തിട്ട് അതിനൊരു പ്രൊലാപ്സ് രൂപപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. സിസ്റ്റോസീൽ എന്ന് നമുക്ക് പറയാം. രണ്ടാമത് ഇൻഡസ്റ്റൈൻസ് അല്ലെങ്കിൽ കുടലിനെ ബാധിച്ചിട്ട് അത് കുടൽ വീക്കമായിട്ടോ അല്ലെങ്കിൽ കുടലിറക്കമൊക്കെ ആയിട്ട് പ്രശ്നം രൂപപ്പെടാവുന്നതാണ്. അതിനാണ് നമ്മൾ എൻഡ്രോസീൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മലദ്വാരത്തിന് ചുറ്റുമായിട്ടും ഈ ഒരു ഇൻഫ്ലമേഷൻസ് വരികയും അത് പിന്നീട് ഈ പ്രൊലാപ്സ് പോലെ രൂപപ്പെടാൻ ചാൻസസ് ഉണ്ട്. അതിനാണ് നമ്മൾ റെക്ടോസീൽ എന്ന് പറയുന്നത്. അങ്ങനെ കോംപ്ലിക്കേഷൻസ് ആയിട്ടും ഇതിൻ്റെ ഈ ഒരു അസുഖത്തിൻ്റെ ഇത് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഈ ഒരു ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് ഇതിനെ പല ഗ്രേഡുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 3-4 ഗ്രേഡ് ആക്കിയിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുമ്പം ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു പ്രൊലാപ്സ് നമുക്ക് കാണാവുന്നതാണ്. സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുമ്പം യൂട്രസ് വജൈനേൻ്റെ അതേ പ്ലെയിനിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ വജൈനയിൽ നിന്നും പുറത്തേക്ക് തള്ളി വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഫോർത്ത് സ്റ്റേജ് എത്തുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും പ്രൊലാപ്സ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് തള്ളി വരുന്നത് കാണാവുന്നത്. അതാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡ് നോക്കുമ്പം നമ്മൾ കൃത്യമായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. മെനോപോസ് ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ ഭക്ഷണ രീതികൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ബോഡി വെയിറ്റ് കൃത്യമായിട്ടൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിലായാലും അധികം മധുരം, സ്പൈസി, ജങ്ക് ഫുഡൊക്കെ പരമാവധി കുറച്ചെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കിടക്കുന്ന സമയത്തായാലും പില്ലോ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ നേരെ കിടക്കുകയാണെങ്കിൽ പില്ലോ മാക്സിമം നമ്മുടെ തൊടേൻ്റെ അടിഭാഗത്തായിട്ട് വെക്കുക. നമ്മൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ 2 മുട്ടിൻ്റെ ഇടയിലായിട്ട് പില്ലോ വെച്ച് കിടക്കാൻ ശ്രമിക്കുക. ഹെവി വെയിറ്റ് എടുക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ പരമാവധി കുറയ്ക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും അതിനൊരു ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻസ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഭക്ഷണത്തിൽ അത്യാവശ്യം പ്രോട്ടീൻസും ഫൈബേഴ്സും അതേപോലെ തന്നെ ഈ ഒരു യൂട്രൈൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കീഗൽ എക്സസൈസും ഇതിനോടൊപ്പം ഫോളോ ചെയ്യേണ്ടതുണ്ട്. സ്മോക്കിംഗ്, ആൽക്കഹോൾ അഡിക്ഷൻസ് പരമാവധി കുറയ്ക്കുക. കൃത്യമായിട്ടൊരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് മസ്റ്റാണ്.
ഈ ഒരു മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ഇൻടേക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളൊരു 1 മന്തൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ ടെൻഡൻസി ഒക്കെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും നെർവ് ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ IVDP പോലത്തെ കണ്ടീഷൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്